സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലുള്ള ലയൺസ് ക്ലബിൻ്റെ ഈ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നാട്ടിലുള്ള മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങാണ് കേട്ടത്. ഇതിൻ്റെ ഭാഗമായിട്ട് നാട്ടിലെ കുറേ കുട്ടികളുണ്ട്. +1 +2, അതായത് SSLC പോലുള്ള. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ 42 വർഷമായിട്ട് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലെ ഇരുമ്പിളിയം പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാനായിട്ട് വർക്ക് ചെയ്ത ഗോപാലേട്ടനെ കൂടി ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ ഗോപാലേട്ടൻ ഇതിൽ സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഒരു മനുഷ്യായുസിൻ്റെ നല്ലൊരു ഭാഗം തന്നെ പുള്ളിക്കാരൻ സർവീസിൽ ഉണ്ടായി. അപ്പോൾ പുള്ളിക്കാരൻ ഒരു ആശങ്ക പറഞ്ഞാൽ എന്താ വെച്ചാൽ, പുള്ളിക്കാരൻ ഇനി എങ്ങനെ ജീവിക്കുക, അതായത് പെൻഷൻ എന്ന സംഭവം ഇല്ല എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെ. അത് നമ്മൾ ഇപ്പോൾ അസംഘടിത മേഖലയായി പ്രവർത്തിക്കുന്നവർ, പ്രൈവറ്റായുള്ള മേഖലകളിൽ വർക്ക് ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ സാധാരണക്കാർ, ഇവർക്കൊക്കെ ആകെ പ്രതീക്ഷ പറഞ്ഞാൽ ആകെ ലാസ്റ്റ് നിൽക്കുന്ന വാർദ്ധക്യ പെൻഷൻ അല്ലെങ്കിൽ വിധവ പെൻഷൻ, അങ്ങനെ ആ ഒരു തരത്തിലുള്ള പെൻഷൻസ് മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ മികച്ച സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ അല്ലെങ്കിൽ എവിടെയൊക്കെ സ്റ്റാഫായി വർക്ക് ചെയ്തവർ നല്ലൊരു എമൗണ്ട് പെൻഷൻ വാങ്ങുന്നവരുണ്ട്. ഒരുപക്ഷെ അവരുടെ സാലറിയിൽ നിന്നോ അതല്ലെങ്കിൽ അവരുടെ ഫണ്ടിൽ നിന്നോ കട്ടാക്കിയ ഒരു എമൗണ്ട് ആയിരിക്കും കിട്ടണത്. എങ്കിൽ പോലും നമ്മൾ സാധാരണക്കാർക്ക് നല്ലൊരു എമൗണ്ട് പെൻഷനായി കിട്ടണം. ഇപ്പോൾ പുള്ളിക്കാരൻ പറയണതെന്ന് വെച്ചാൽ, ഇവർ സർവീസിൽ കയറിയിട്ട് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാണ്, അവർക്ക് പെൻഷൻ ഇല്ലാത്തൊരു ഇത്. പക്ഷേ കരാർ അടിസ്ഥാനം അങ്ങനെ എന്തെങ്കിലും ആവും. നമ്മുടെ നാട്ടിൽ ചില സിസ്റ്റം വളരെ മോശമാണ്. അതായത് ഉദ്യോഗസ്ഥരാണ്, സർക്കാർ ഉദ്യോഗസ്ഥരാണ് നമ്മുടെ നാടിൻ്റെ വളർച്ചയും തളർച്ചയൊക്കെ സൃഷ്ടിക്കുന്നവരാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഉചിതമായ തീരുമാനം എടുക്കാൻ പോലും പറ്റാത്ത സിസ്റ്റം വളരെ മോശം തന്നെ. ഗോപാലേട്ടൻ ഇപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ ഇരുമ്പിളിയത്ത് വർക്ക് ചെയ്ത്? ഇങ്ങനെ 42 കൊല്ലം കഴിഞ്ഞു. ഈ കഴിഞ്ഞ 25 മെയ് 26-ന് ഇത് ജീവിതത്തിലൊരു നാഴികക്കല്ലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ശിഷ്ടകാലം എന്തെന്നുള്ള പറയാൻ വയ്യ. പെൻഷനും കാര്യങ്ങളും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ പെൻഷൻ ജീവനക്കാരുടെ 2 വിഭാഗം ജീവനക്കാരുടെ ഇതിൽ അപ്പോൾ ഒരു വിഭാഗത്തിന് പെൻഷൻ ഉണ്ട്, ഒരു വിഭാഗത്തിന് പെൻഷൻ ഇല്ല. അത് ഇന്നുള്ള കാര്യമല്ല, കുറേ കാലങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷിലുള്ള കാലത്തുള്ള ഒരു സംവിധാനമാണ്. പോസ്റ്റ് ഓഫീസിൽ ശമ്പളം പെൻഷൻ ഇല്ലാത്ത ഒരു ജീവനക്കാരായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് ഇന്ത്യ രാജ്യത്ത്. അതിനെ മറികടക്കാനോ അതല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ ഇന്ന് ഇവിടെ ഒരു അധികാരികളും ഉണ്ടായിട്ടില്ല. അപ്പോൾ ശിഷ്ടകാലം മരുന്ന് വാങ്ങാൻ കൂടി കാശില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നുകൂടി ഈ അവസ്ഥയിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു.